Welcome to Priya Jacobs Mera Man My Mind. നമ്മൾ ഇന്ന് നടന്നു കയറുന്നത് ചേരാനല്ലൂർ കൊച്ചിൻ സാന്ത്വനം ഓൾഡ് ഏജ് ഹോമിലോട്ടാണ്. 2024 ഈ ഓണം ഈ അമ്മമാരുടെ ഒപ്പം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആരൊക്കെയോ ഉണ്ടായിട്ടും ആരുമില്ലാത്തവരെ പോലെ ഇവിടെ കഴിയുന്ന കുറച്ചമ്മമാർ. ഈ 2024 ഓണം പ്രിയ ജേക്കബ്സ് മേരാ മൻ ടീം കുറച്ച് വർത്താനങ്ങളും പാട്ടുകളുമായിട്ട് ഇവരോടൊപ്പം. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസ. പുറകോട്ടുള്ള സങ്കടങ്ങളെല്ലാം മറന്നിട്ട് നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന ഈ നിമിഷങ്ങൾ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ജീവിക്കുന്ന ഇവിടെ സിസ്റ്റർമാരുണ്ട്, നിങ്ങളുടെയൊക്കെ സന്തോഷങ്ങൾ അത് നിങ്ങളങ്ങ് വളർത്തിയെടുക്കണം. നിങ്ങളുടെ സന്തോഷങ്ങൾ വളർത്തിയെടുക്കണം. പുറകോട്ടുള്ള ഒന്നും നമുക്ക് തിരിച്ചു കിട്ടാനോ നമുക്ക് ആ നിമിഷങ്ങൾ നേടാനോ ഒന്നും ഒക്കത്തില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇല്ലേ? നമുക്കത് പുറകോട്ട് പോയി എനിക്ക് ആ നിമിഷം എനിക്ക് ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കുമെന്നോ ഇല്ലെന്നോ? ഇല്ല. അപ്പം പിന്നെ അത് ഓർത്ത് പിടിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വിട്ടുകള, എല്ലാ സങ്കടങ്ങളും വിട്ടുകള. ഉറക്കപ്പറ, വിട്ടുകള. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ളത് ആ സന്തോഷം അങ്ങ് അനുഭവിക്കും. സന്തോഷം അനുഭവിക്കും. എന്നെ തോൽപ്പിക്കാനായിട്ട് ആർക്കും നടക്കത്തില്ല. ഞാൻ ഈ സന്തോഷം അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് തീരുമാനം എടുത്ത് എല്ലാ ദിവസവും ഒന്ന് അങ്ങ് സന്തോഷിക്കും. നിങ്ങളൊക്കെ തമ്മിൽ വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച്, വേദനകളൊക്കെ കാണും. അമ്മയ്ക്ക് ഒരുപാട് വേദനകളില്ല അദ്ദേഹത്ത്, ഇല്ലേ? വേദനകളൊക്കെ കാണും. അതൊക്കെ കിടക്കും, അതൊക്കെ മരുന്നൊക്കെ കഴിച്ചൊക്കെ പൊക്കോളും. വേദനയാണെന്ന് പറഞ്ഞ് ആരും ഇരിക്കണ്ട. മരുന്നൊക്കെ കഴിച്ച് വേദനയൊക്കെ മാറുമ്പോൾ മാറട്ടെ. പക്ഷെ മനസ്സിലെന്നും ആ ഒരു സന്തോഷം നിങ്ങൾ കീപ്പ് ചെയ്യണം. മനസ്സിലായി ഞാൻ പറയുന്നത്? ഞങ്ങൾ പോയാലും ആ സന്തോഷം കീപ്പ് ചെയ്യണം. നിങ്ങളൊക്കെ ഒറ്റക്കെട്ട കൂട്ടുകാരാണ് നിങ്ങളെല്ലാം, ഫ്രണ്ട്സാണ് നിങ്ങളെല്ലാം. ഒരേ റൂഫിൻ്റെ അടിയിൽ താമസിക്കുന്ന ഫ്രണ്ട്സാണ് നിങ്ങളെല്ലാം. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും, പാട്ടുകൾ കേൾക്കുക, ബുക്കുകൾ വായിക്കുക, പുതിയ കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കി പഠിച്ചെടുക്കുക. അല്ല ഇനി ഞാൻ എന്താ പഠിക്കാമെന്നൊന്നും ഓർത്തൊന്നും വിചാരിക്കല്ലേ. അമ്മയ്ക്കും ഉണ്ടോ ദൈവം ഇനി ഒരു 10 വർഷം ആയുസ് തന്നാൽ എന്ത് ചെയ്യും, അല്ലേ? അപ്പം 10 വർഷം ചുമ്മാ ഇരിക്കുവോ? ഇല്ല. ഏതാ? 10 കൊല്ലം ഇവിടെ ഉണ്ട്. അപ്പം 10 കൊല്ലം ഇവിടെ ഇരിക്കുമ്പം അമ്മയ്ക്ക് 10 കൊല്ലം എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം, അല്ലേ? അതോ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് സമയം ചെലവ്? അത് തന്നെ എല്ലാം ചെയ്യണം, അല്ലേ? അപ്പം എല്ലാം ചെയ്ത് അങ്ങനെ നിങ്ങളുടെ അടുത്ത് എത്ര നാള് ആയുസോടെ ജീവിക്കോ ആ അത്രയും നാള് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കാം. ഏറ്റവും ആ പാട്ട് കേൾക്കാം. ഓക്കെ.
നാളായി ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് 3 വർഷമായി. 3 വർഷമായി. അപ്പം അതിൻ്റെ മുമ്പ് അമ്മ എവിടെയായിരുന്നു? എനിക്ക് വീടുണ്ടായി അവിടെയായിരുന്നു. എവിടെയായിരുന്നു? വീട് ആലുവ. ആലുവ. അപ്പോൾ ആലുവയിലൊക്കെ അമ്മ ആലുവയിൽ നിന്നപ്പോഴും അമ്മയുടെ കൊച്ചുനാളിലൊക്കെ അമ്മ സെലിബ്രേറ്റ് ചെയ്ത ഓണത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഓണത്തിന് ഞങ്ങളുടെയൊക്കെ പ്രായത്തില് ഓണക്കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കല് അത്രയൊക്കെ ഉള്ളൂ. അന്ന് വെച്ചാൽ വലിയ ആഡംബരങ്ങളൊന്നുമില്ല. ആഡംബരം ഇല്ല. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻ്റെ പണ്ടത്തെ പ്രായത്തില് വലിയ ആഡംബരങ്ങളൊന്നുമില്ല. ഒരുപാട് പരാധീനം, പെൺമക്കള്, അച്ഛൻ ജോലിക്ക് പോയാൽ കുറച്ചൊക്കെ ശമ്പളം കിട്ടുള്ളൂ. അതുകൊണ്ടൊക്കെയുള്ള ചെറിയ നമ്മള് ഒത്തിരി ഓണം നമ്മൾ ഒന്നുമാത്രം ഓണം കളികൾ കൂടുവെന്നോ എത്ര വീടുകൾ പോകുന്നോ പുത്തനുടുപ്പിടുന്നോ അതൊന്നും അല്ല അല്ലേ. ഓണത്തിനൊരു സന്തോഷമാണ് നമുക്കല്ലേ, എല്ലാവരുടെ കൂടിയുള്ള ആ സന്തോഷം. അപ്പൊ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ? അമ്മയുടെ അമ്മ, എൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ ചേച്ചിയൊക്കെ ഉണ്ട്. എൻ്റെ അനിയത്തി, ചേച്ചി വിലാസിനി, ഞാൻ ശാരദ, അനിയത്തി ലീല, രാധാമണി, അങ്ങനെ 4 പെൺപിള്ളേര്. ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് അന്നത്തെ ഓണവും ഇന്നത്തെ ഓണവും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പോഴാണ് പരിഷ്കാരങ്ങളുള്ള. ഇപ്പോഴാണ് പരിഷ്കാരം ഓണമായത് അല്ലേ? അന്ന് പരിഷ്കാരങ്ങളൊന്നുമില്ല. കുറച്ച് ചെമ്മീനോ മീനോ ഒക്കെ കറി. പക്ഷെ എന്നാലും ഇപ്പോഴും ഓണത്തിന് നമ്മള് മീനോ അങ്ങനൊന്നും നമ്മൾ എടുക്കത്തില്ല ഇപ്പോഴും അല്ലേ? ഇപ്പോഴും അങ്ങനൊന്നും എടുക്കത്തില്ല. അന്ന് ഒന്നുമില്ല. അന്നതൊന്നുമില്ല. പച്ചക്കറിയൊക്കെ തന്നെ ഇല്ല. മീനോ ചെമ്മീനോ അതൊക്കെ എനിക്കറിയാം. അതൊക്കെയായിരുന്നു പണ്ടത്തെ. ഇപ്പോഴും ഫാഷൻ, നല്ല കറികള്, നല്ല നല്ല പുതിയ ഓണക്കോടികളൊക്കെ മേടിക്കായിരുന്നു അല്ലേ? ഇപ്പം മേടിക്കാം. അന്നൊക്കെ അങ്ങനെ മേടിക്കാൻ ഉള്ള എൻ്റെ പ്രായത്തിൽ ചെറുപ്പപ്രായത്തിലെ പറയണേ മേടിക്കാനൊക്കെ ഒരു കഴിവില്ല. എന്നാലും അമ്മ ഹാപ്പി ആയിരുന്നു. ഹാപ്പിയാണ്. ഓക്കെ. അപ്പം ശാരദാമ്മയ്ക്ക് വേണ്ടി അടുത്ത പാട്ട്. ഒരു മധുരക്കിനാവിൻോ കൂടമുല്ലപ്പൂവിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവലനേ തേൻ കണ്ടു ഞാൻ അലരേ തേൻ കണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂവിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവലനേ തേൻ കണ്ടു ഞാൻ അലരേ തേൻ കണ്ടു ഞാൻ. കളവ് നദികളൊഴുകുന്നതോ കനകനിധികളുതിരുന്നതോ പനിമഴയോ പുലരൊളിയോ മേഘനീലമൊഴുകി വരും പോച്ചുരുൾ ചായൽ എന്തൊരു മാനം എന്തൊരാവേശം ഒന്ന് പൊയ്ക ഒന്നാകുവാൻ അലരേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൻലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂവിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവലനേ തേൻ കണ്ടു ഞാൻ അലരേ തേൻ കണ്ടു ഞാൻ. ആരൊക്കെ ഡാൻസ് ചെയ്യാം? നിങ്ങൾ മാത്രം അവിടെ ഇരുന്നാൽ മതി. അമ്മയ്ക്ക് ഡാൻസ് ചെയ്യാമല്ലോ അല്ലേ? അടുത്ത ആളുവാ. ഞാൻ വന്ന് വിളിച്ചോണ്ട് വരണോ? കളഭനദികളൊഴുകുന്നതോ കനകനിധികളുതിരുന്നതോ പനിമഴയോ പുലരൊളിയോ കാലഭേദമെഴുതിയൊരു കാവ്യസംഗീതം കനിതാരുണ്യം സ്വർണ്ണത്തെ കിണ്ണം അതിലേ തേൻ കണ്ടു ഞാൻ അലരേ തേൻ കണ്ടു ഞാൻ
ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുള്ള പൂവിരിഞ്ഞു അതിലായിരം ആശകളാലൊരു പൊന്മല നെയ്തു ഞാൻ അലരേ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുള്ള പൂവിരിഞ്ഞു അതിലായിരം ആശകളാലൊരു പൊന്മല തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. അമ്മ ക്ഷീണിച്ചിട്ടുണ്ടോ? ഞാനേ ആ ഒരു സിനിമ അതിന്റെ കൂടെ നിന്നെടുത്താണ് മാത്തൻ മറീസ് എന്ന് പറയും. ആ അതിന്റെ കൂടെ അപ്പൊ അവിടെയൊക്കെ ഏത് സിനിമ ആയിരുന്നു? മാത്തൻ മറീസ് മാത്തൻ വർഗീസ്. മാത്തൻ വർഗീസിനോട് അമ്മ എന്താ ചെയ്തേ? അവിടെ ജോലി ചെയ്തു. ഓ ജോലി ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. അപ്പൊ അന്നത്തെ ഓർമ്മകൾ അല്ലേ, അന്നത്തെ പാട്ടിന്റെ ഓർമ്മകളൊക്കെ അവിടെ കേട്ടിട്ടുണ്ട്. ഓ ഓക്കെ, അങ്ങനെ അതറിയാവുന്നേ. ആ ഓക്കെ. അപ്പൊ ഇപ്പോൾ ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നുന്നേ? അന്ന് പണ്ട് അമ്മ കൊച്ചുനാളിൽ കേട്ട പാട്ടുകളാണ് ഇതൊക്കെ അല്ലെ? മധുരക്കിനാവൊക്കെ റഹ്മാനാണ് അതിനകത്ത് ആക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ റഹ്മാനാണ് ഒരു മധുരക്കിനാവിയാ. അപ്പം ഇപ്പൊ ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ അമ്മയ്ക്ക് എന്താ തോന്നുന്നേ? സന്തോഷമുണ്ട് അല്ലെ? ആ പഴയ പാട്ടുകളും അന്നേരം നമ്മൾ അന്ന് ജീവിച്ച ആ ദിവസങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും അല്ലെ? ആ അന്നത്തെ ആ വർഷങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. തീരത്ത് ചായുന്ന നറുപോറ്റില്ല ഞാനൊന്നുലച്ചു കുമാരി പെയ്യുമ്പോൾ അറിഞ്ഞാരാമമാകുന്നു രാവി. തീരത്ത് ചായുന്ന നറുപോറ്റില്ല ഞാനൊന്നുലച്ചു കുമാരി പെയ്യുമ്പോൾ അറിഞ്ഞാരാമമാകുന്നു രാവി. വെളിനിലാവിൽ വെൺപട്ടു ചൂടും ആറിപ്പൂവണി മാറി അല്ലികൾ കൂട്ടിയ വെള്ളാമ്പൽ പൂകൾ പാതിപ്പൂവി നീട്ടുമ്പോൾ നാടൻ കാറ്റിൽ നറുമണം ലാ 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 ലലലലാ. രാവിൽ പൂത്തേ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ? മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്ക കല്ലിട്ടരാറ് മാണിക്യം കാണാതെ പാവം മാറാപ്പ് താങ്ങുന്നൊരാറ്. മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്ക കല്ലിട്ടരാറ് മാണിക്യം കാണാതെ പാവം മാറാപ്പ് താങ്ങുന്നൊരാറ്. വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിലിരുന്ന് കാറ്റിലതു പറഞ്ഞാടി അല്ലിപ്പൂത്താളം കാറ്റിലുലഞ്ഞ് ആമ്പലം തലിഞ്ഞാടുമ്പോൾ മൂടിപ്പോയി പരിമളം ലാ 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 ലാ. രാവിൽ പൂന്തേ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ? അരിയങ്കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടും പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേനുകർന്നേ വരാം. ചെല്ലപ്പൂ ചെല്ലങ്ങൾ കൂടെ കൊണ്ടും വരാം. രാവിൽ പേരെന്താ? അമ്മയുടെ പേരെന്താ? ഐറീൻ. ഐറീൻ. നല്ല പേര് ഐറീൻ അല്ലേ? അമ്മ ഭയങ്കര ക്വയറ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. വെരി ക്വയറ്റ്. അപ്പം ചിലപ്പോൾ നമുക്ക് ഈ ഏറ്റവും പമ്മി ഇരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിലാണ് ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പം പാവം ഇല്ലേ? വേറെ പാട്ടൊക്കെ അറിയാം അമ്മയ്ക്ക്? വേറെ ഏത് പാട്ടാ അമ്മയ്ക്ക് അറിയാവുന്നേ? കുടമല്ലപ്പൂ ഉണ്ടോ നമുക്ക്?
അപ്പം പേരെന്തുവാ? പ്രവീൺ, ഗോപൻ, പ്രിയ, റോഷ്നി, റോഷ്നി. വെളിച്ചം നിർത്താൽ മതി. റോഷ്നി, ആശ. ആശ. ആൻഡ് നമ്മുടെ ക്യാമറ എടുക്കുന്ന ആരാ? സുനിൽ. അപ്പം പേരെല്ലാവരുടെയും പഠിച്ചു. ഞങ്ങൾ സമയം കിട്ടുമ്പോൾ ഒക്കെ ഞങ്ങൾ വരാം. ഇതുപോലെ ക്യാമറ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് പാട്ടുകൾ മാത്രം വേണ്ടി ഞങ്ങൾ ഇനിയും വരാം. അപ്പം നമ്മൾ ക്യാമറ ഒക്കെ എടുത്തേ പറ്റുള്ളൂ. നമ്മളൊരു പ്രോഗ്രാം വേണ്ടി ആയതുകൊണ്ട് എടുത്തേ പറ്റുള്ളൂ. പക്ഷേ ക്യാമറ ഒന്നും ഇല്ലാതെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരാം. ഞാൻ പറഞ്ഞത് എല്ലാവരും ഓർത്തോണം. എന്താ ഞാൻ പറഞ്ഞത്? കഴിഞ്ഞതൊന്നും ആരും ഒന്നും ഓർക്കണ്ട. സങ്കടങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ആരും ഒന്നും ഓർക്കാൻ നിൽക്കണ്ട. അതൊക്കെ ഓർക്കാൻ പോയാൽ ജീവിക്കാൻ, ബാക്കിയുള്ള ജീവിതം കൂടെ ജീവിക്കാൻ ഒക്കാതെ വരും അല്ലേ? സങ്കടങ്ങൾ കൂടുതൽ കൂടിയാൽ നമ്മുടെ ദേഹത്ത് അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ വേദനകളും ഒക്കെ കൂടത്തേ ഉള്ളൂ. മനസ്സിലായോ? നമുക്ക് ഓർമ്മയുള്ളതുകൊണ്ട് നമുക്കിതൊക്കെ ഓർക്കാൻ തോന്നും ഇല്ലേ? നമ്മുടെയൊക്കെ ഓർമ്മയില്ലേ? ഓർമ്മയുള്ളതുകൊണ്ട് നമുക്ക് പഴയ കാലങ്ങളൊക്കെ ചിലപ്പോൾ ഓർക്കാൻ തോന്നും. പക്ഷേ ഓർമ്മ ഉണ്ടെന്ന് ഓർത്ത് ആരും ഓർക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലുമൊക്കെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചെയ്ത് ജീവിതം ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളും ബാക്കിയുള്ള വർഷങ്ങളും ഒക്കെ നിങ്ങൾ ഏറ്റവും ഉത്സാഹമായിട്ട് സന്തോഷത്തോടെ മുമ്പോട്ട് ജീവിക്കുക. അപ്പം ഇനി പുറകോട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും പഴയത് ഓർക്കുമോ? ഇല്ല. പോകേണ്ടവരൊക്കെ പോട്ടെ എന്ന് വെക്കണം. എന്താ? പോകേണ്ടവരൊക്കെ പോട്ടെ എന്ന് വെക്കണം. ഞങ്ങളെപ്പോലുള്ള കുറച്ച് മക്കൾ ഒക്കെ ഇനി ഭൂമിയിലുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഇതുപോലെ ക്യാമറ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടി പാടാൻ വരാം. ഇഷ്ടപ്പെട്ടോ ഞങ്ങളെ? ഞങ്ങൾക്കും നിങ്ങളെല്ലാവരും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തോ കേട്ടില്ല? ഞങ്ങളെയും ഇഷ്ടപ്പെട്ടു, പാട്ടും ഇഷ്ടപ്പെട്ടു. അത് കേട്ടതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പം ഞങ്ങൾ പോവുകയാണ്. ഇനിയും ഞങ്ങൾ തിരിച്ച് നിങ്ങളെ കാണാനായിട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഗുഡ് ബൈ, നമസ്കാരം.